ഉസ്താദ്മാർ, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അതിൻ്റെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ വളരെ ഇരുട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഉലമാക്കളും ഉമറാക്കളും കൂടി സംബന്ധിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ത്വരീഖിന്റെ മാർഗത്തിന്റെ വഴിയുടെ രണ്ടടയാളങ്ങൾ അല്ലെങ്കിൽ വിജയത്തിന്റെ രണ്ട് മാർഗങ്ങളാണ്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ അന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദ അന്നാസു കുല്ലുഹും. രണ്ട് വിഭാഗമാണ്. ആ രണ്ട് വിഭാഗം ജമാഅത്തുകളുടെ അല്ലെങ്കിൽ നാട്ടിന്റെ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന്റെ ഭാഗമായി ഉലമാക്കളും ഉമറാക്കളും കൂടി പ്രവർത്തിച്ചാൽ അവർ നന്നായി തീർന്നാൽ സമൂഹം നന്നായി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തുദ്ദേശിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ അതിനകത്ത് രണ്ടും കൂടി സംയോജിച്ച് വളരെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ദുഷ്കര രീതിയും അതിനകത്തുണ്ടാവും. രണ്ടുപേരും കൂടി സമ്മേളിച്ചാൽ ജനങ്ങൾ മുഴുവൻ നന്നായിത്തീരും. നേരെ മറിച്ച് എല്ലാവരും കൂടി സമ്മേളിച്ചില്ലെങ്കിൽ, രണ്ട് വിഭാഗവും സമ്മേളിച്ചില്ലെങ്കിൽ നഷ്ടക്കച്ചവടവും സംഭവിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാ വയ്യൽ ഉലമാഉൽ ഉമറാ, അത് പണ്ഡിതന്മാരും ഉമറാക്കളുമാണ്. ഇപ്പോൾ പല ഭാഗത്തും ജമാഅത്ത് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി തീർന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഉസ്താദുമാർ സഹകരിക്കുന്നില്ല, ഉസ്താദുമാർ പങ്കെടുക്കുന്നില്ല, ഉസ്താദുമാർ ബന്ധപ്പെടുന്നില്ല, ഉസ്താദുമാർ നമ്മളെ അവഗണിച്ചു നൽകുന്നു, ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുന്നില്ല എന്ന ഒരു പരിദേവനം പലപ്പോഴും കൊല്ലത്ത് യോഗങ്ങളിൽ വരുമ്പോൾ കേൾക്കാറുണ്ട്. ഏറെക്കുറെ ശരിയുമാണ്. അത് കുമളിയിലും കേട്ടു, അത് കൊല്ലത്തും കേട്ടു, അത് പല ഭാഗത്തും കേട്ടു. എന്തായാലും ഈ രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരണം. പലപ്പോഴും ഈ ഇമാമുമാർ ഇതിനകത്ത് ഒരു ഘടകം ആണെങ്കിൽ പോലും അവർക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. നിങ്ങൾ ഇന്ന് കൊല്ലത്ത് യോഗത്തിൽ പോയാൽ, ജമാഅത്ത് ഫെഡറേഷന്റെ യോഗത്തിന് പോയാൽ അടുത്ത വർഷത്ത് ഇവിടെ കാണുന്ന ഉസ്താദെ എന്ന് പറയുന്ന മഹല്ലുകളുമുണ്ട്. പ്രോത്സാഹനത്തോടുകൂടി കമ്മിറ്റികൾ യോഗങ്ങളിൽ പറഞ്ഞയക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല മാനേജ്മെന്റുകളും ഉണ്ട്. ഈ ഒരു പരിമിതി നമ്മുടെ മാലിന്യങ്ങൾക്കുണ്ട്. അവരാണല്ലോ വിവാഹത്ത് നിൽക്കേണ്ടത്. ആ നിൽക്കേണ്ട ആളുകൾക്കുണ്ടാകുന്ന പരിമിതി അത് നമ്മൾ കണക്കാക്കി അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ജമാഅത്ത് ഫെഡറേഷന്റെ താലൂക്ക് കമ്മിറ്റികൾ ഇവർക്ക് സൗകര്യപ്പെടുത്തി കൂടെ കൊടുക്കണം, അവരെ കൂടി പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതിൽ നിന്ന് ഒഴിവായി ഈ കൊല്ലത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ മാലിന്യങ്ങൾ അവരവരുടേതായ പങ്കുകൾ വഹിച്ച് നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ അവിടെ അംഗങ്ങളെ എത്തിച്ചേർത്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ ഓരോ ടാർജറ്റാണ് ഇട്ടിട്ടുള്ളത്. ആളുകളെ സെലക്ട് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ ടാർജറ്റിന്റെ ഉള്ളിൽ നമ്മുടെ താലൂക്കിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊല്ലത്തേക്ക് അയക്കണമെന്ന് സ്നേഹപൂർവ്വം അയച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചൊല്ലുകയാണ്.